നമസ്കാരം. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച സംഭവം പുറത്തു വന്നതോടെയാണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന പേര് കേരളം കേൾക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി. ഫണ്ട് മുഖ്യ മധുസൂദനനെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, അയാളെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അതോടെയാണ് പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ കുഞ്ഞികൃഷ്ണൻ തീരുമാനിച്ചത്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് മോശമായ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് CPM നേതാക്കൾ പോലും നടത്തുന്നത്. PK ശ്രീമതി വി കുഞ്ഞികൃഷ്ണനെക്കുറിച്ച് നടത്തിയ ചില നുണപ്രചാരണങ്ങൾ നടത്തിയിരുന്നു. അതോടെയാണ് വി കുഞ്ഞികൃഷ്ണൻ്റെ ഭാര്യ കോമളവല്ലി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, അവരുടെ ഭർത്താവിൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ്, അതിലൂടെ ശ്രീമതിക്കൊരു മറുപടി നൽകിയത്. ആ മറുപടി ഒന്ന് കേൾക്കുക. പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചർക്ക് ഒരു തുറന്ന കത്ത്. ടീച്ചറെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യ കഥാപാത്രമാകുന്നത്? എൻ്റെ ഭർത്താവ് സഖാവ് വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ പോലും സമ്മതമില്ലാതെയാണെന്നാണ് ടീച്ചർ വെള്ളൂരിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞത്. എൻ്റെ ടീച്ചറെ, ഞങ്ങളുടെ കുടുംബം ഒന്നായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് സഖാവ് വി കുഞ്ഞികൃഷ്ണൻ മത്സരത്തിന് ഇറങ്ങിയത്. ഒരു നിലയ്ക്കും മത്സരിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു ആദ്യം മുതൽക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പാർട്ടിക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നിരവധി ആളുകൾ വീട്ടിൽ വന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള പാർട്ടി ഫണ്ടുകൾ വെട്ടിപ്പ് നടത്തിയ ആളെ തന്നെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹം തുടങ്ങിവെച്ച സമരത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഞങ്ങളോട് എല്ലാവരോടും ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഞാൻ വെള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ഇതുപോലെ അഴിമതിക്കാരനായ ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന പാർട്ടിയിൽ ഇനിയും തുടരാൻ എനിക്ക് കഴിയില്ല എന്ന നിലപാട് ഞാൻ എടുത്തത് എൻ്റെ മക്കളുടെ കൂടി അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ഞാൻ വി കുഞ്ഞികൃഷ്ണൻ എന്ന മനുഷ്യനെ കല്യാണം കഴിച്ചത് മുതൽ അദ്ദേഹത്തോട് ചേർന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണെന്നും ഞങ്ങളുടേത് അക്ഷരാർത്ഥത്തിൽ ഒരു പാർട്ടി കുടുംബമാണെന്നും ടീച്ചർക്ക് വളരെ നന്നായി അറിയാമല്ലോ. പാർട്ടിക്കെതിരെ പല വിമർശനങ്ങളും ഞങ്ങൾക്കുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. ഇത് തീക്കട്ടയെ ഉറുമ്പരിക്കുന്ന അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഇതിനെ ഇപ്പോൾ കാണാൻ എനിക്ക് വിഷമമുണ്ട്. ടീച്ചർ ഇതിനു മുമ്പും എൻ്റെ ഭർത്താവിനെക്കുറിച്ച് നട്ടാൽ മുളയ്ക്കാത്ത കളവ് പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞ് എനിക്കറിയാം. സാഹിത്യകാരൻ T. പത്മനാഭനെ കാണാൻ വി കുഞ്ഞികൃഷ്ണൻ പോയി എന്നതായിരുന്നു അത്. ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ ടീച്ചർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സഹതപിക്കുകയാണ്. നിങ്ങളൊക്കെ വലിയ അഖിലേന്ത്യാ നേതാവല്ലേ, ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനെങ്കിലും ടീച്ചർ തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും എൻ്റെ ഭർത്താവും ഒന്നിച്ചും ഒത്തൊരുമിച്ചും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അതിൽ ടീച്ചർക്ക് സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടറിയാമല്ലോ, ഇവിടെ വന്നാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. ടീച്ചറുടെ അനുഭവം വെച്ചായിരിക്കുമല്ലോ മറ്റുള്ളവരെ അളക്കുന്നത്. അത് ശരിയാണോ എന്ന് താങ്കൾ തന്നെ ആലോചിക്കുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു അഭ്യർത്ഥന മാത്രം, ജനങ്ങൾക്ക് മുന്നിൽ കളവ് പറഞ്ഞിട്ട് ടീച്ചർ അപഹാസ്യയാകുന്നതിൽ എനിക്ക് പ്രയാസമില്ല. പക്ഷേ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റുമായ ഒരാൾ ഇങ്ങനെ പരിഹാസ്യയാകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. സ്നേഹപൂർവ്വം PP കോമളവല്ലി. ഇങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ്റെ ഭാര്യ കോമളവല്ലി PK ശ്രീമതിക്കുള്ള മറുപടി എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവറ്റകൾക്ക് നേതാക്കളെന്നോ അണികളെന്നോ ഇല്ല. നുണ പറയുന്ന കാര്യത്തിൽ എന്തായാലും പയ്യന്നൂരിൽ സംഭവിച്ചത് എന്താണെന്നും അവിടെ ആരാണ് തെറ്റുകാരനെന്നും ജനങ്ങൾക്കറിയാം. അവർ തീരുമാനിക്കും കാര്യങ്ങൾ. എന്തായാലും വി കുഞ്ഞികൃഷ്ണൻ്റെ ഭാര്യയുടെ മറുപടി PK ശ്രീമതിയുടെ മുഖത്തടിച്ചതുപോലെയായി. ഇതുപോലെ എല്ലാവരും ഇറങ്ങിത്തിരിച്ചാൽ തീരാവുന്നതേയുള്ളൂ PK ശ്രീമതിയെ പോലെയുള്ളവരുടെ നുണപ്രചരണങ്ങൾ.